HTML ഡോക്യുമെന്റ് എന്താണ്, HTML ഡോക്യുമെന്റ് സ്ട്രക്ചർ എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എഡിറ്റർ, ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെ ഒരു HTML ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതൊരു വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് വെബ് പേജിന്റെ ഫോമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം HTML ഡോക്യുമെന്റ് എഴുതുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, ഒരു ടെക്സ്റ്റ് എഡിറ്റർ. അപ്പം നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്കറിയാം, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഡിറ്റർ എന്ന് പറയുന്നത് നോട്ട് പാഡ് ആണ്. അപ്പോൾ ഇത് ഓരോ വേർഷൻസ് OS മാറുന്നതനുസരിച്ച് ആ OS സപ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്ററിന്റെ സോഫ്റ്റ്വെയർ മാറിയിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് വിൻഡോസിന്റെ കേസാണ്. നിങ്ങൾ ഉബുണ്ടു പോലെയുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റത്തിൽ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ macOS കൊടുത്തിട്ടുണ്ട്. macOS ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ടെക്സ്റ്റ് എഡിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പം പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ വിൻഡോസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം, നോട്ട് പാഡ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഈ വെബ് പേജിനെ കാണാനായിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഒരു വെബ് ബ്രൗസർ ആവശ്യമുണ്ട്. അത് മോസില്ല ഫയർഫോക്സോ ഗൂഗിൾ ക്രോമോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ തുടങ്ങിയ ഏത് വെബ് ബ്രൗസർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഓപ്പൺ നോട്ട് പാഡ്. ഞാനിപ്പോൾ നോട്ട് പാഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുക്കാനായിട്ട് ഇപ്പോൾ വിൻഡോസ് 7 ആണെങ്കിൽ സ്റ്റാർട്ടിൽ നമുക്കറിയാം, ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ വരും. സ്റ്റാർട്ടിൽ എടുത്തിട്ട് പ്രോഗ്രാംസ് എടുക്കുക. പ്രോഗ്രാംസിൻ്റെ അകത്ത് എന്തുണ്ട്, ആക്സസറീസ് ഉണ്ട്. ആക്സസറീസിൽ പോയിട്ട് നോട്ട് പാഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതല്ലെങ്കിൽ വിൻഡോസ് 8 അത് കഴിഞ്ഞിട്ടുള്ള വേർഷനോ ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കുക. ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പാഡിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. നോട്ട് പാഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മുകളിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ആപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇത് സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണുന്നത്, അൺടൈറ്റിൽഡ് എന്ന് കാണുന്നത്. അപ്പോൾ ഈ നോട്ട് പാഡിലാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ HTML ഡോക്യുമെന്റ് എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, നമുക്ക് HTML ഡോക്യുമെന്റ് എഴുതി തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്, HTML. ഏത് HTML ഡോക്യുമെന്റ് ആണെങ്കിലും അത് ഏത് ടാഗിൻ്റെ അകത്ത് തന്നെ എഴുതണം, HTML എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്ത് തന്നെ എഴുതണം. ഡോക്യുമെന്റ് ടൈപ്പ്, ഡോക് ടൈപ്പ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഡിക്ലറേഷൻ ടൈപ്പ് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒഴിവാക്കുവാണ്. അതിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലത്തേക്കില്ല, അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. HTML എന്ന് എഴുതി. ഇനി അടുത്ത് നമ്മൾ ഡോക്യുമെന്റ് സ്ട്രക്ചർ പറഞ്ഞായിരുന്നു, HTML എന്തുണ്ട്, ഹെഡും ഉണ്ട് ബോഡിയും ഉണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതണം, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡിന്റെ അകത്താണ് നമ്മൾ എന്തെഴുതുന്നത്, ടൈറ്റിൽ ടാഗ് എഴുതുന്നത്. ടൈറ്റിൽ ടാഗ് എഴുതുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് വെബ് പേജ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിലിനെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് എന്തുണ്ട്, ഹെഡ് ക്ലോസ് ചെയ്യാം. ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്, ബോഡി പാർട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു, ബോഡി എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കണ്ടൻസ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ തൽക്കാലത്തേക്ക് വേറെ അഡീഷണൽ ടാഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, വെറുതെ ഒന്നും എഴുതുവാണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് എഴുതുവാണ്. നമുക്കിത് ഏത് രീതിയിൽ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ബോഡി എഴുതി, അപ്പോൾ ബോഡി പാർട്ടും എഴുതി. ഇനി അടുത്ത് എന്താണ്, നമ്മൾ ഇനി വേറെ ഒന്നും എഴുതാനില്ല, ക്ലോസ് ചെയ്തു. HTML ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നതും ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുകയാണ്, കുറച്ച് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ ഈ ഇടയ്ക്ക് കൊടുക്കുന്ന സ്പേസ് ഒന്നും നമ്മുടെ വെബ് പേജിൽ വരത്തില്ല. പക്ഷേ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം HTML ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് എന്തെഴുതി, ഹെഡ് എഴുതി. ഹെഡിൻ്റെ അകത്ത് എന്തുണ്ട്, ടൈറ്റിലുണ്ട്. അടുത്തത് ബോഡി പാർട്ട് എഴുതി. ഇവിടെ നമ്മൾ വേറെ ടാഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. HTML ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നോട്ട് പാഡ് എടുത്തു. നോട്ട് പാഡിൽ നമ്മുടെ കോഡ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ പോയിട്ട് സേവ് ചെയ്യണം. അപ്പം ഇതുപോലൊരു വിൻഡോ നമുക്ക് വരും. എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് നമുക്ക് CD എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈവ്സ് നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിവിടെ G ഡ്രൈവ് ആണ് എടുക്കുന്നത്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പോയിട്ട് ഫോൾഡർ എടുക്കുക. ഇഷ്ടമുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതല്ല ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത HTML എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തു. അപ്പം G ഡ്രൈവിൽ HTML എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് ഞാൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ പേജ് സേവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക, G ഡ്രൈവിൽ HTML എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ് ഞാൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഫയൽ നെയിം ഉണ്ട്, സേവ് ആസ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫയൽ നെയിം നമുക്ക് എന്ത് കൊടുക്കുക, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. തൽക്കാലത്തേക്ക് ഞാൻ കൂടെ കൊടുക്കുന്ന പേര് ഇൻഡെക്സ് ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇൻഡെക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡെക്സ് കൊണ്ട് മാത്രം നിർത്തരുത്, .html അതായത് HTML എന്നുള്ള ഫയൽ എക്സ്റ്റൻഷൻ സഹിതം വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മളുടെ ഫയൽ നെയിം സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫയൽ നെയിം എഴുതുക, ഇൻഡെക്സ് നമ്മുടെ ഫയൽ നെയിം ആണ്, .html എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റൻഷൻ ആണ്. ഇതിൽ HTM എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല. HTML HTM മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, HTML എന്ന് തന്നെ എഴുതാനാണ്. കാരണം നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കോഡ് HTML ആണ്, അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് HTML എന്ന് തന്നെ എഴുതാം. വേറെ ഒന്നിൻ്റെ ചേഞ്ച് വരുത്തണ്ട, ഇതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ, എൻകോഡിങ്ങും അതുപോലെ തന്നെ കിടന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്തു, ഫയൽ സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എൻ്റെ പേര് മാറി, കണ്ടോ, ഇൻഡെക്സ് നമ്മൾ കൊടുത്ത ഫയലിൻ്റെ പേര് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഫയൽ ലൊക്കേഷൻ എടുക്കുക, മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PC എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മൾ എവിടെയായിരുന്നു സേവ് ചെയ്തിരുന്നത്, ജി ഡ്രൈവിൽ HTML എന്നുള്ള ഫോൾഡറിൻ്റെ അകത്തായിരുന്നു നമ്മൾ സേവ് ചെയ്തിരുന്നത്. അപ്പോൾ HTMLൻ്റെ അകത്ത് ഫോൾഡറിൻ്റെ അകത്ത് കണ്ടതേ ഫയൽ ടൈപ്പ് കണ്ടോ, HTML ഫയൽ, പിന്നെ അതിൻ്റെ ഡേറ്റ്, ഏത് ദിവസമാണ് അത് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ടൈം കിടപ്പുണ്ട്, പിന്നെ അതിൻ്റെ ഫയൽ സൈസും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഓപ്പൺ വിത്ത് എന്നുള്ള ഓപ്ഷൻ കാണിക്കുവാണ്. ഓപ്പൺ വിത്ത് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഫയർഫോക്സ് ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെബ് ബ്രൗസേഴ്സ് ആണ്, ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ തൽക്കാലത്തേക്ക് എടുക്കുന്നത് ഫയർഫോക്സ് ആണ്. ഞാൻ പേജ് ലോഡ് ചെയ്ത് വരുന്ന താമസമാണ്, അപ്പോൾ ദൈവം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് പേജ് എന്ന് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ടൈറ്റിൽ അല്ലേ, ഇവിടെ HTML നമ്മുടെ ഡോക്യുമെന്റ് നോക്കുക, ടൈറ്റിൽ ഫസ്റ്റ് വെബ് പേജ് എന്നുള്ള ഈ ടൈറ്റിൽ വന്നിരിക്കുന്നത് ഇവിടെയാണ് കണ്ടോ, ഫസ്റ്റ് വെബ് പേജ് എന്നുള്ള ടൈറ്റിൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇനി നമ്മുടെ ബോഡി പാർട്ട്, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കാണുന്ന ഈ ഏരിയ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഏരിയ ആണ് നമ്മുടെ ബോഡി പാർട്ട്. ഇതാണ് നമ്മുടെ വെബ് പേജിൽ നമ്മൾ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബോഡി ടാഗിൻ്റെ അകത്ത് എന്ത് കൊടുത്താലും അത് എവിടെയായിരിക്കും വരുന്നത്, ഈ പോർഷൻ്റെ അകത്തായിരിക്കും വരുന്നത്. നമ്മൾ വേറെ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല, ഹലോ വേൾഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ഹലോ വേൾഡ് എന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡോക്യുമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ്. എങ്ങനെയാണ് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക, നോട്ട് പാഡിൽ നമ്മുടെ കണ്ടൻസ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് സേവ് കൊടുത്ത് അത് സേവ് ഏതെങ്കിലും ഒരു പേരിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ഫയൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഫോൾഡറിനെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ എടുത്ത് ആ ബ്രൗസറിൽ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്രസ് ടാബ് കാണാനായിട്ട് പറ്റും. ഇവിടെ വരുന്നത് എന്താണ്, നമ്മുടെ ഫയൽ ഏത് ലൊക്കേഷനിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ജി ഡ്രൈവിൽ HTML എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് കിടക്കുന്ന index.html എന്നുള്ള ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഇൻഫർമേഷനാണ് ഇവിടെ കാണുന്നത്. ഫയലിൽ ഫയൽ ഏത് ഫയലാണ്, ജി ഡ്രൈവിൽ HTML എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഇൻഡെക്സ് എന്ന പേരുള്ള HTML ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ഈ വെബ് പേജ് ഉപയോഗിച്ച് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു HTML ഡോക്യുമെൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്റ്റെപ്സ് നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. സ്റ്റെപ്പ് 2 എന്താണ്, HTML കോഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട് പാഡിലേക്ക് ഏതെങ്കിലും HTML കോഡ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, HTML പേജിനെ നമ്മൾ സേവ് ചെയ്യുക. ഫയൽ നെയിമും സേവ് ടൈപ്പ് അത് എന്താണെങ്കിലും കുഴപ്പമില്ല, ഫയൽ നെയിം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം, HTML എന്നോ HTM എന്നോ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ HTML തന്നെ യൂസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഒരു ബ്രൗസറിൽ ആ HTML പേജിനെ നമ്മൾ എടുത്ത് നോക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക. സേവ്ഡ് ആയിട്ടുള്ള HTML ഫയലിനെ നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു വെബ് പേജ് HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് പേജിനെ നമ്മുടെ ബ്രൗസറിൻ്റെ സഹായത്തോടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലാപ്ടോപ്പ് ഒക്കെ ഉള്ളവർ വീട്ടിൽ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന അനുസരിച്ച് തന്നെ ഓരോരോ കോഡ് അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത്
നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാ എക്സാമ്പിൾസും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തും കൂടെ പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.